ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് കർത്താവിൽ ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്റർ മല്ലിക ട്രിവാൻഡ്രത്ത് നിന്നും ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിനായി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദേവദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യവും ദയവും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ അനുഭവത്തെ സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ നിന്റെ ദാസിക്ക് കൊടുക്കുമാറാകണമേ. വായോടും നാവോടും അങ്ങയുടെ ആത്മാവോടുന്ന കൂടെ ഇരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കുന്ന ജനത്തിനതാ വലിയ വിടുതലായി മാറുവാൻ അങ്ങയുടെ നാമം അതിലൂടെ ഉയർത്തപ്പെടുവാൻ പരിശുദ്ധ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യത്തിനുള്ളിലാ അല്പസമയം ഞങ്ങളെ നെറ്റ്വർക്കെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളാ ഇരുത്തുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ സാന്നിധ്യത്തോടായിരിക്കാൻ സഹായിച്ചാട്ട യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ. ദേവദാസിയും ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോഴും. ഓക്കെ, വെൽക്കം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 2024 അവസാനത്തെ മാസത്തിന്റെ 3-ാമത്തെ ആഴ്ച ഹാലിയ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാനും പ്രത്യേകിച്ചും ജോയ്സ് ടി വി എന്ന ഈ ചാനലിൽ കൂടി എനിക്കൊരു സാക്ഷിയായി തീരുവാൻ, എൻ്റെ ജീവിതത്തിലെ സാക്ഷി പറയുവാൻ ഒരു അവസരം ഒരുക്കി തന്ന സ്വർഗത്തിൽ ദൈവത്തിന് ഈ സമയം നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ചാനലിനെ പരിചയപ്പെടുത്തി തരികയും ചാനലിന്റെ ചാനലിന് നേതൃത്വം നൽകുന്ന എളിദാസിയെ നാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഹാലേലൂയ. എനിക്ക് ഒരു യോഗ്യത അർഹത ഇല്ലെങ്കിലും ഇല്ലായിരുന്ന സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി എന്നെ ഒരുക്കി ക്ഷണിച്ച ഹാലിയലിദാസ് ദൈവം നാമത്തിൽ സമയം ഹാലേലൂയ നന്ദി അർപ്പിക്കുകയാണ്. സ്തോത്രം. ഹാലേലൂയ. എൻ്റെ ജീവിതചരിത്രം പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സാക്ഷികളുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ഹാലേലൂയ ഇന്ന് ഈ ജീവനോട് ഇരിക്കുന്നത് തന്നെ എൻ്റെ വലിയൊരു സാക്ഷിയാണ്. ഹാലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 116 അതിന്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന്. ഹാലേലൂയ. ഈ ദൈവഭക്തൻ ഇതെഴുതിയ ദൈവഭക്തൻ പറയുകയാണ്. സ്തോത്രം. എന്തുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് കാരണം, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും ഹാലിയ സ്തോത്രം രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ഈ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. സ്തോത്രം. ഹാലിയ ദൈവം എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്തു, ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തു. അപ്പോൾ സ്തോത്രം ഹാലേലൂയ. ഈ ഉപകാരങ്ങൾ ഹാലേലൂയ, ഈ ദൈവം എനിക്ക് തന്ന ഉപകാരം ഹാലേലൂയ സ്തോത്രം അനേകരുടെ എനിക്ക് വിളിച്ച് പറയണം. സ്തോത്രം. അത്രത്തോളം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മവോ മരിക്കുമ്പോൾ അപ്പന്താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മവോ മരിക്കുമ്പോൾ അപ്പന്താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ ദൂതരുണ്ടു കാവലായി. ഉള്ളങ്കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. ഉള്ളങ്കരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു.
അമ്മ ഓമനിക്കുമ്പോൾ അപ്പം താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പം താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എൻ മുഖം പാടില്ല, ലജ്ഞിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരുംകാലമൊക്കെയും എന്തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരുംകാലമൊക്കെയും എന്തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പം താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പം താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ ജനിക്കുന്ന മുമ്പേ തന്നെ എന്റെ മാതാപിതാക്കന്മാർ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കുടുംബ ക്ഷേത്രമുണ്ട്. ഹാലലിയ. എന്റെ പിതാവ് ശബരിമലയിലെ ഗുരുസ്വാമിയ. ഹാലലിയ. എല്ലാ വർഷവും മാലയിട്ട് ഹാലലിയ ശബരിമലയിൽ പോകുന്ന ഒരു വ്യക്തി. അതിലുപരിയായിട്ട് ശബരിമലയിൽ പോകുന്ന ഹാലലിയ അയ്യപ്പന്മാർക്ക് കെട്ടുകെട്ടി സ്തോത്രം പൂജകൾ നിറച്ച് തലയിൽ കൊടുത്ത് അവരെ ശബരിമലയിലേക്ക് അയക്കുന്ന ഒരു ഒരു ഭക്തൻ കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ പിതാവിനും മാതാവിനും അരുവിക്കര വാട്ടർ അതോറിറ്റിയിൽ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹാലലിയ. അച്ഛനും അമ്മയ്ക്ക് ഒരു പെണ്ണും ഒരാണും. സ്തോത്രം. അപ്പോൾ ഈ എന്റെ മാതാപിതാക്കന്മാർക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. അരുവിക്കര വാട്ടർ അതോറിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എന്റെ അമ്മ, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എന്റെ അമ്മയും അച്ഛനും എന്നെ വളർത്തിയില്ല. കാരണം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എന്ത് ചെയ്ത്, എന്റെ അമ്മയുടെ അമ്മ, എന്റെ അമ്മുമ്മയാണ് എന്നെ വളർത്തിയത്. മാതാപിതാക്കന്മാർ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരും. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴും സ്കൂളിൽ അവധി ദിവസമൊക്കെ എന്റെ മാതാവിന്റെ വീട്ടിൽ, അമ്മച്ചിയുടെ വീട്ടിലാണ് ഞാൻ നിന്ന് വളർന്നത്. അപ്പോൾ അവരെയാണ് എന്നെ നോക്കിയത്. അപ്പോൾ എന്റെ പിതാവ് നല്ലൊരു തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. ഹാലലിയ. ഒരു പെണ്ണും ഒരാണും. അപ്പോൾ എന്ത് ചെയ്ത്, സ്തോത്രം, എനിക്ക് ആവശ്യമാകുന്ന അമ്മയുടെ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള സംരക്ഷണമോ സ്നേഹമോ കരുതലോ ഒന്നും ലഭിക്കാതെയാണ് ഞാൻ വളർന്നത്. ഹാലലിയ. സ്കൂളിൽ കുട്ടികൾ സ്തോത്രം ഭക്ഷണം കൊണ്ടുവരും. ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവർ പറയും, എന്റെ അമ്മ എന്നെ രാവിലെ കുളിപ്പിച്ചു, എന്നെ ഒരുക്കി വിട്ടു, എനിക്ക് ഭക്ഷണം തന്നു വിട്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരമ്മയുടെ സ്നേഹം സ്തോത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. സാമ്പത്തികമായിട്ട് എല്ലാം തന്ന് സഹായിക്കും, പക്ഷേ അമ്മ എല്ലാം എന്നെ വളർത്തിയത്. സ്തോത്രം. ഒന്ന് തുണി അലക്കി ഇട്ട് തരുവാനോ, എന്നെ ഒരുക്കി വിടുവാനോ, തലകെട്ടി വിടുവാനോ ഒന്നും എനിക്ക് അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ അമ്മയുടെ അമ്മയാണ് എന്നെ വളർത്തിയത്. സ്തോത്രം. അവരെന്നെ അപ്പൂപ്പനും അമ്മയും എന്നെ വളരെ സ്നേഹത്തോടെ എന്നെ വളർത്തി. സ്കൂളിൽ വിട്ടു, കാലിൽ തിരിച്ചു വരും. സ്തോത്രം. അങ്ങനെ ഞാൻ കഴിയാനിട്ടിടയുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകളും വിഷമങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്ത്, അരുവിക്കര വാട്ടർ അതോറിറ്റിക്ക് അടുത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ദേവിയാണ്. ദേവി, ഗണപതി, നാഗർ, അയ്യപ്പൻ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ ദൈവം വന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു ആറ്റിന്റെ കരയിൽ സ്തോത്രം ഒരു കല്ലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട്. അത് പ്രസിദ്ധി അറിയിച്ച ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഹാലലിയ സ്തോത്രം അരുവിക്കരയുടെ ആറ്റിൽ പോയി കുളിച്ച് ആ ക്ഷേത്രത്തിൽ പോയി, ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പായി പൂജാരി വന്ന് ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പായി ഞാൻ എന്ത് ചെയ്യും, രാവിലെ അവിടെ പോകും. പോയിട്ട് ആ അതിന്റെ ക്ഷേത്രത്തിന്റെ വിഗ്രഹം ഇരിക്കുന്ന റൂം തുറക്കുന്നത് വരെ ഞാൻ കാത്തു നിൽക്കുന്നു. എന്തിനു വേണ്ടി? അവിടെ എനിക്ക് പിച്ചിപ്പൂ, സ്തോത്രം, ജമന്തിപ്പൂ ഒക്കെ പൂജാരി വച്ചേക്കും. അപ്പോൾ അതല്ല എനിക്ക് വാങ്ങണം. രണ്ടാമതായിട്ട് അവിടെ നിന്ന് തരുന്ന തീർത്ഥ വെള്ളം, ആ വിഗ്രഹത്തെ കഴുകുന്ന സ്തോത്രം വെള്ളം, പനിനീര്, സ്തോത്രം പാല്, ഇതെല്ലാം വാങ്ങി ഞാൻ കുടിച്ച് സ്തോത്രം നെറ്റിയിൽ ചന്ദന കുറയും ഇട്ടാണ് ഞാൻ എന്ന് രാവിലെ സ്കൂളിൽ പോകുന്നത്. അപ്പൊ സ്കൂളിൽ എല്ലാവർക്കും എന്നെ വളരെ ശ്രദ്ധിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ രീതിയിലാണ് മേക്കപ്പ് ചെയ്ത്
ഞാൻ പോകുന്നത്. കാര്യം പൂജാരി പരുന്ന പൂവ് കാലിൽ അത് തലയിൽ വയ്ക്കും, നെറ്റിയിൽ 2-3 ഐറ്റം ചന്ദനക്കുറിയൊക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് എന്ത് ചെയ്യും, നേരെ ഞാൻ ക്ഷേത്രത്തിൽ വീണ്ടും പോകും. എന്തിനു വേണ്ടി? അവിടെ സന്ധ്യയ്ക്ക് ഭജനയുണ്ട്. ഭജനയ്ക്ക് ഞാൻ ഇരിക്കും. അവിടെയുള്ള പാട്ടുകാർ ഭജന പാടുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ അതിന് ഒരു സൈഡിൽ ചെന്നിരുന്ന ഇരിക്കാറുണ്ട്. അങ്ങനെ എന്നിട്ട് ദീപാരാധനയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരാം. അങ്ങനെ ഒരു സ്തോത്രം വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ വളർന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച മാതാപിതാക്കളുടെ സ്നേഹം ഒന്നും എനിക്ക് ലഭിച്ചില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ അതെല്ലാം സങ്കടം ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സ്കൂളിൽ വന്ന് കിടക്കും. പിറ്റേന്ന് സ്കൂളിൽ പോകും. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്ത സ്തോത്രം, 17ാമത്തെ വയസ്സാണ് ഞാൻ SSLC പാസ്സായ സമയത്ത് എന്നെ സ്തോത്രം വീണ്ടും എന്നെ കോളേജിൽ വിട്ടില്ല. കോളേജിൽ വിടാതെ എന്ത് ചെയ്ത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ എന്നെ നളന്ദ എന്ന് പറയുന്ന ഒരു കോളേജ് സ്കൂളിൽ എന്നെ പ്രൈവറ്റ് സ്കൂളിൽ അടുത്തുള്ള ട്യൂട്ടോറിയൽ എന്നെ പഠിപ്പിച്ചു. പ്രീ ഡിഗ്രി പഠിപ്പിച്ചു. പ്രീ ഡിഗ്രി 2ാം വർഷം കഴിഞ്ഞു. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി വിവാഹാലോചനകൾ എനിക്ക് വരുവാനായിട്ട് ഇടയെത്തണം. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ സ്തോത്രം പ്രായമായി പെമ്പിള്ളേരെ 17-18 വയസ്സിലൊക്കെ അങ്ങ് വിവാഹം ചെയ്ത് വിടും. അപ്പോൾ എന്ത് ചെയ്ത് എനിക്ക് ഒത്തിരി വിവാഹാലോചനകൾ അവരെന്നെ നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. പല വിവാഹാലോചനകൾ വന്നു. എന്റെ അച്ഛനും അമ്മയ്ക്കും ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ട് ഒത്തിരി നല്ല സാമ്പത്തികമായിട്ടുള്ളവരൊക്കെ വന്നു. എന്നാൽ പലരും വന്നിട്ട് എന്ത് ചെയ്ത്, എന്റെ പിതാവ് മദ്യപാനി ആയതുകൊണ്ട് പലരും വന്നിട്ട് മാറിപ്പോയി. എന്നാൽ എന്റെ വീട്ടിനടുത്തുള്ള ഒരു കുടുംബം, 9 അംഗമുള്ള ഒരു കുടുംബത്തിൽ 9 മക്കളുള്ള ഒരു പിതാവ് എന്നോട് വലിയ സ്നേഹമായിരുന്നു. സ്തോത്രം. ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള കട ഇട്ടിട്ടുന്ന ഒരു പിതാവായിരുന്നു. അപ്പോൾ എന്റെ പിതാവ് എന്റെ അച്ഛൻ അവിടെ പോകുകയും സ്തോത്ര സാധനങ്ങളൊക്കെ വാങ്ങും. അങ്ങനെ വളരെ സ്നേഹമായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ എന്റെ പിതാവിനോട് എന്റെ അമ്മാവൻ പറഞ്ഞിങ്ങനെ മകളെ വിവാഹം ചെയ്ത് വിടണമെന്നും അവർക്ക് മൂത്ത മകനുണ്ട്, വിവാഹം ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ നല്ലൊരു കുടുംബമായതുകൊണ്ട് ആ കുടുംബത്തിലെ മൂത്ത മകൻ, അവർ കത്തോലിക്ക സഭക്കാരാ. അപ്പോൾ ആ മൂത്ത മകൻ എന്ത് ചെയ്ത് എന്നെ ആലോചനയ്ക്ക് കടന്നു വരികയും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, എന്റെ ബന്ധുക്കൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നും അറിയത്തില്ല. എനിക്ക് 17 വയസ്സേ ആയുള്ളൂ. പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ സമയമാണ്. അങ്ങനെ ഇരിക്കെ എന്നെ എന്ത് ചെയ്ത് ആ കുടുംബക്കാരെല്ലാവരും ചേർന്ന് കത്തോലിക്ക സഭയിൽ കൊണ്ടുപോയി. അപ്പൊ കത്തോലിക്ക പള്ളിയിൽ വെച്ച് വിവാഹം നടത്തട്ടു. അപ്പൊ എനിക്ക് യേശു വരുന്ന ഒന്നും അറിയത്തില്ല. ഞാൻ പൂജ നടത്തുന്നത് ആരാണ്? ദേവി, ഗണപതി, നാഗര, അയ്യപ്പ. അതേപോലെ തന്നെ വീട്ടിനകത്ത് മരിച്ചുപോയവരെ ആരാധിക്കുമായിരുന്നു. മരിച്ചുപോയവർക്ക് വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മദ്യവും മുട്ട മറ്റ് സാധനങ്ങളെല്ലാം മുറിക്കകത്ത് വെച്ച് അവിടെ ഈ മരിച്ചുപോയ ആൺമക്കൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഞാൻ വളർന്നത്. എനിക്ക് ക്രിസ്ത്യാനികളെന്ന് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് എന്റെ ഭർത്താവിന്റെ സഹോദരിമാരൊക്കെ കൂടെ ചേർന്നുകൊണ്ട് എന്നെ കത്തോലിക്ക സഭയിൽ എല്ലാ ഞായറാഴ്ചയും കൊണ്ടുപോകും. അവിടെ ചെന്ന് സ്തോത്രം, അവിടുത്തെ പാട്ടും പ്രാർത്ഥനയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും അവിടെ എല്ലാ ഞായറാഴ്ചയും പോകാനായിട്ട് ഇടയായി തീർന്നു. വചനം പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ വചനം എന്ന് പറയാൻ പറ്റൂല. അവിടുത്തെ എല്ലാം അവിടുത്തെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ, കുർബാനയ്ക്ക് പങ്കെടുക്കണമെങ്കിൽ, വിവാഹം നടക്കണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണമായിരുന്നു. അപ്പോൾ ഒരു പുസ്തകം തരും. ഞാൻ അതെല്ലാം പഠിച്ചു. പെട്ടെന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്ത് വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. കത്തോലിക്ക സഭയിൽ വെച്ച് എന്റെ വിവാഹം നടന്നു. അവിടെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് സ്തോത്രം 10-15 അംഗങ്ങളുള്ള ഒരു വലിയൊരു കുടുംബം. ഹാലേലൂയ. ഞാൻ എന്റെ അമ്മയ്ക്ക് ഞാൻ ഒന്നും സഹായിക്കത്തില്ല, ഒരു ജോലി ചെയ്യത്തില്ല. അമ്മ രാവിലെ ജോലിയെല്ലാം ചെയ്തിട്ട് ജോലിക്ക് പോകും. വീട്ടു ജോലി എല്ലാം ചെയ്ത് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് പോകും. അപ്പൊ അങ്ങനെ വളർന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ എനിക്ക് അവരുമായി പൊരുത്തപ്പെടാൻ പറ്റിയില്ല. ഞാൻ ആഗ്രഹിച്ചത് ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഭർത്താവിനെയാണ്. അവിടെ ചെന്നപ്പോൾ എന്റെ ഭർത്താവ് ഹല്ലേലൂയ സ്തോത്രം ജോലി ഇന്നും ഇല്ല. സ്തോത്രം. മൃഗാശുപത്രിയിൽ 10 പൈസക്ക് ആടിനും പശുക്കൾക്ക് കമ്മലിടുന്ന ഹല്ലേലൂയ ഒരു ജോലിയാണെന്ന് അറിയാൻ സാധിച്ചു. എനിക്ക് വളരെ പ്രയാസം അനുഭവിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് എന്താണ്? ഞാൻ അരുവിക്കര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചത് എനിക്ക് ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഭർത്താവ് വേണം. ഹല്ലേലൂയ. എന്നാൽ അതിന് വിപരീതമായി ആയപ്പോൾ എനിക്ക് അവരുമായി പൊരുത്തപ്പെടാൻ സാധിച്ചില്ല. പക്ഷെ ഭർത്താവിന്റെ കുടുംബക്കാർ നല്ല കുടുംബക്കാരാ, സഹോദരങ്ങളെല്ലാം നല്ല സ്നേഹമുള്ളവരാ, സഹോദര സ്നേഹമുള്ളവരാ. ഞാൻ ഒരു ചെറിയ കുടുംബത്തിലായതുകൊണ്ട് എനിക്ക് അവരുമായി പൊരുത്തപ്പെടുവാനോ അവരുമായി സംസാരിപ്പാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. എനിക്ക് ഒരു ജോലി അറിയത്തില്ലായിരുന്നു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അവിടെ ചെന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളെ
ദൈവം ദാനമായിട്ട് തന്നു. ഒരു ഹാലിൽ രണ്ടാമത് സ്തോത്രം എനിക്കൊരു മകനെ ദൈവം തന്നു. ഞാൻ പറയട്ടെ, അവര് സ്കൂളിൽ കൊണ്ടാക്കിയപ്പോഴും എപ്പോഴും അവർക്ക് രോഗമാണ്. നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നല്ല കാണുവാൻ ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ്, നല്ല മിടുക്കരാ, ബുദ്ധിയുള്ള കുട്ടികളാണ്. പക്ഷേ ഹാലേലിയ സ്തോത്രം, രണ്ട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖം. ഞങ്ങൾ മോള് ജനിച്ചപ്പോൾ ഞങ്ങൾ ജോത്സ്യന്റെ അടുക്കൽ ജാതകം എഴുതാൻ കൊണ്ട് കൊടുത്തു. അപ്പൊ ആ നൂലുകെട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പൊ ആ നൂലുകെട്ട് സമയത്ത് ജോത്സ്യൻ വന്ന് ഇങ്ങനെ വായിച്ചു, മകൾ 13 വയസ്സ് വരെ പഠിക്കത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്താണെന്ന് അറിയത്തില്ല സ്തോത്രം, അങ്ങനെ പറയാനിട്ടിട്ടായിരുന്നു. പക്ഷെ 13 വയസ്സ് വരെയും മകൾ രോഗിയായിരുന്നു. നല്ല പഠിക്കുന്ന കൊച്ചാ. സ്കൂളിൽ പോകും, അസംബ്ലി സമയത്ത് ബോധം കെട്ട് വീഴും. അവര് വണ്ടി പിടിച്ച കാറിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും. മകന്റെ ശരീരം മൊത്തം വ്രണമായിരുന്നു. ടിബിയുടെ അസുഖം ഉണ്ടായിരുന്നു. 2 കാലും വളഞ്ഞായിരുന്നത്. ശരീരം മൊത്തം വ്രണമാ, നാറ്റം വഹിച്ച ഒരവസ്ഥയാണ് മകന്റെ ജീവിതത്തിൽ. അങ്ങനെ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. അപ്പോൾ എന്റെ ഭർത്താവിന് ജോലിയില്ല സ്തോത്രം. കാരണം ഒന്ന്. രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖം. ഞാൻ ഭ്രാന്തിയായിട്ട് മാറി. സ്വയബോധമില്ലാതെ ഞാൻ ഭ്രാന്തിയാവാനായിട്ടിടയായി തീർന്ന്. എന്റെ എന്റെ അമ്മ ഞങ്ങൾക്ക് പൈസ തരും സ്തോത്രം. അമ്മ ഭർത്താവിന്റെ അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഒത്തിരി പൂജകൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ കൊണ്ടുപോയി സ്തോത്രം. പല ഇടങ്ങളിലും തിരുവനന്തപുരം ജില്ലയിൽ എവിടെയൊക്കെ മന്ത്രവാദികളുണ്ടോ അവിടെ എല്ലാം ചോദിച്ചറിഞ്ഞ് നൂല് കെട്ടുവാനായിട്ട് കൊണ്ടുപോയി. ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി, പല പള്ളികളിൽ കൊണ്ടുപോയി, ഭീമാ പള്ളിയിൽ മുസ്ലിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയി ചോദിച്ചറിഞ്ഞ് നൂല് കെട്ടി. ഓരോ പ്രാവശ്യം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഭ്രാന്തിയായി തീർന്നു. കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് പറ്റത്തില്ല, ഭർത്താവിനെ നോക്കത്തില്ല. ഭർത്താവ് ഞാൻ മുന്നോട്ട് എപ്പോഴും പ്രശ്നം. എന്റെ ചിന്ത, ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടത്തില്ല, ഇനി മരിച്ചാ മതി. മറ്റുള്ള പെൺകുട്ടികളെ പോലെ എനിക്ക് നല്ല ഡ്രസ്സ് നടക്കാൻ പറ്റത്തില്ല, ഇതോടെ എന്റെ ജീവിതമല്ല അവസാനിച്ചു എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് ശ്രമിച്ചു. തൂങ്ങുവാൻ കയറിടുമ്പോൾ ആരെങ്കിലും ആ സമയത്ത് കടന്നു വരും. അപ്പോൾ ആ സ്തോത്രം കയറ് അറുത്ത് വിടും സ്തോത്രം. രണ്ടാമത് അരുവിക്കര ഡാമിനടുത്ത എന്റെ വീട്. ഞാൻ ഡാമിൽ വെള്ളത്തിൽ ചാടി മരിക്കാനായിട്ട് പോകുമ്പോൾ നാട്ടുകാർ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന് എന്നെ വലിച്ചിഴച്ച് വീട്ടിനകത്ത് കൊണ്ടിടുന്ന ഒരവസ്ഥ. പലപ്പോഴും ബ്ലൈഡ് കൊണ്ട് കൈ മുറിച്ച് ഞരമ്പ് മുറിച്ച് മരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഹാലേലിയ സ്തോത്രം. ഒരു ദിവസം രാത്രി 12 മണി, പകൽ 12 മണി എല്ലാവരും പോയി, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയി, ഭർത്താവ് ജോലിക്ക് പോയി. അപ്പൊ ഞങ്ങൾ പ്രത്യേകം മാറി താമസിക്കാൻ തുടങ്ങി. അപ്പോഴെന്ത് എന്റെ അമ്മാവിയമ്മ നല്ല സ്നേഹമാണ്. എന്നെ അവർ നല്ലവണ്ണം ശ്രദ്ധിക്കും. ഞാൻ കടച്ചിട്ട് കിടന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം 12 മണിക്ക് പകൽ. അപ്പൊ എന്റെ അമ്മ എനിക്ക് 5 ലിറ്റർ മണ്ണെണ്ണ വാങ്ങി തന്നിരുന്നു സ്റ്റൗവിൽ ഒഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അത് ചിന്തിച്ചു, ഇനി എന്തിനു ജീവിക്കണം, എനിക്ക് നല്ല മരണമൊന്നും നല്ലതായിട്ട് ജീവിക്കാൻ പറ്റൂല. എന്റെ മനസ്സിലൊരു ചിന്ത, മരിക്കണം. ഈ വേറെ ഒരു വഴിയില്ല. ഞാൻ റൂമിൽ കയറിയിട്ട് 5 ലിറ്റർ മണ്ണെണ്ണ തലയിൽ കൂടി ഒഴിച്ചിട്ട് എന്ത് ചെയ്തു, തീപ്പെട്ടി എടുത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ ഇത് കത്തിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ എന്തോ ഒരു എന്റെ കൈയിന്റെ ഭാഗത്ത് ഒരു തട്ടല് തട്ടി. ഞാൻ പെട്ടെന്ന് ഞെട്ടി സ്വയബോധം വന്നു. അപ്പോഴാണ് എനിക്ക് ഞാൻ എന്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവിച്ചു, ഒരു സ്മെല്ല് അനുഭവിച്ചു. എനിക്ക് ബോധമില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ മണ്ണെണ്ണയിൽ കുളിർന്ന് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. എനിക്ക് എന്താണ് സംഭവിച്ചത് എനിക്കറിയത്തില്ല. ഞാൻ ആ സമയം മരിച്ചെങ്കിൽ എല്ലാവരും പറയും എന്റെ അമ്മാവിയമ്മ എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു എന്ന് നാട്ടുകാർ പറയും. നാട്ടുകാരല്ല, എന്റെ കുടുംബക്കാരൊക്കെ പറയാനിടയായും. എന്റെ അമ്മാവിയമ്മ ദൈവം സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം. പ്രിയപ്പെട്ടത്, എനിക്ക് സ്വയബോധം വന്ന് ഞാൻ വേഗം തന്നെ ഒരു ലെക്സിന്റെ സോപ്പ് വീട്ടിരുന്ന് ഞാൻ അരുവിക്കര ഡാമിലേക്ക് ഓടി. തല മൊത്തം വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ആ സോപ്പ് ഇട്ട് കഴുകി ഞാൻ ഇട്ടിരുന്ന വസ്ത്രം ഞാൻ ചുട്ടുകളഞ്ഞു. ഞാൻ കഴുകി വീട്ടിൽ വരുവാനൊക്കെ ഇടയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ തട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നീ എനിക്കുള്ളവളാ, നീ മരിക്കേണ്ടവളല്ലേ, എനിക്കുള്ളവളാന്ന് ഒരു ശബ്ദം എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. സ്തോത്രം. ആ പ്രകാരം ദൈവം എന്നെ അനേകം മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഹാലേലിയ സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് സ്തോത്രം, എന്റെ കർത്താവിനെ സ്നേഹിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കെ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവം ഹാലേലിയ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച് തന്നെ എന്റെ പേര് ചൊല്ലി വിളിച്ചതാ. ഹാലേലിയ സ്തോത്രം. അത് ഇന്നാളുകളിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്ത് ചെയ്തു സ്തോത്രം. ഒരു ദിവസം അടുത്തുള്ള ഒരു മന്ത്രവാദി എന്റെ അമ്മയും എല്ലാവരും കൂടെ പോയി ചോദിച്ചപ്പം ആ മന്ത്രവാദി പറഞ്ഞു, എനിക്കൊരു ഉപദ്രവമുണ്ട്, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ എനിക്ക് കൂടിയിരിക്കുക, അത് എന്റെ ശരീരത്തിൽ നിന്ന് പോയാൽ എന്റെ കുടുംബത്തിൽ സമാധാനം കിട്ടും. അപ്പോൾ പോകണമെങ്കിൽ 3 ദിവസം മന്ത്രവാദം ചെയ്യണം, രാത്രിയും പകലും. സ്തോത്രം. ആഴികൂട്ടി മന്ത്രവാദം ചെയ്ത് എന്റെ ശരീരത്തിലുള്ള പ്രേതം ഭൂതം അതെന്ത് ചെയ്യണം, സ്തോത്രം, ആണിയിൽ എന്റെ തലയിൽ നിന്ന് തലമുടി എടുത്ത്
സ്തോത്രം മന്ത്രം ചൊല്ലി കാഞ്ഞിരപ്പാവയിൽ ചുറ്റി കാണി തറച്ച് ശിവക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കണം. കൊടുത്തിട്ട് എന്റെ വീടിന് ഒരു ചുറ്റും കലശക്കുടത്തില് ഹരിയ പൂജകൾ അർപ്പിച്ച് വച്ചാൽ എന്റെ ശരീരത്തിൽ നിന്ന് ഭൂതം മാറിപ്പോകും. അത് ക്ഷേത്രത്തിൽ കൂടെ നിലനിർത്തണമെന്ന് ജോത്സ്യന്മാർ പറഞ്ഞു. അപ്രകാരം വലിയൊരു ലിസ്റ്റ് 3 ദിവസത്തേക്ക് ലിസ്റ്റ് തന്നു. എല്ലാവരുമായി ചേർന്ന് സാധനങ്ങൾ എടുത്തു 3 ദിവസം ആഴ്ച മന്ത്രവാദം ചെയ്തു. രാത്രിയും പകലും മന്ത്രവാദം ചെയ്തു. 3-ാമത്തെ ദിവസം വെളുപ്പിന് 4 മണിക്ക് എന്റെ തലയിൽ നിന്നും തലമുടി മന്ത്രം ചൊല്ലി എടുത്ത് കാഞ്ഞിരമ്പാവയിൽ ആണി ചുറ്റി അതിൽ തലമുടി ചുറ്റി അരുവിക്കര ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്ത് വീട്ടിനൊരു ചുറ്റും കലശക്കുടത്തിൽ എന്ത് ചെയ്തു? സ്തോത്രം മന്ത്രങ്ങൾ ചൊല്ലി കുഴിച്ചു താത്തിടുവാനായിട്ട് ഇടയായിരുന്നു. അവര് സ്തോത്രം അങ്ങനെ ഇരിക്കും. എന്ത് ചെയ്ത്? കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖം, 2 കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖം. സ്തോത്രം ഒരാഴ്ച നല്ല സുഖമായിട്ട് പോയി. പിറ്റേ മാസത്തിൽ വീണ്ടും ഞാൻ മുഴുഭ്രാന്തിയായി പോയി. സ്തോത്രം 3-4 ദിവസം ബോധമില്ലാതെ ഒരേ കിടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പ്രസവം കണ്ട് ഗുരുതരമെന്ന് കണ്ടപ്പോൾ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ദിവസം കാലിലിയ തൂങ്ങുവാനായിട്ട് കയറിട്ടത് പലരും കണ്ടുകൊണ്ടുവന്നു. അങ്ങനെ പലരും പറഞ്ഞു സ്തോത്രം ഇവർക്ക് മാനസിക രോഗമാണ്, ഒരു സ്തോത്രം മാനസിക ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ എല്ലാവരുമായി ചേർന്ന് എന്റെ കാര്യം കെട്ടി വണ്ടിക്കകത്തിട്ട് സ്തോത്രം ഒരു ശാസ്ത്രമംഗലം എന്ന് പറയുന്ന ഒരു മാനസിക ആശുപത്രിയിൽ എന്നെ കൊണ്ടുവിടുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കൊണ്ടുപോയപ്പോൾ എന്ത് ചെയ്തത്? പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിന് വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് 2-3 ദിവസം എന്നെ അവിടെ കിടത്തിയിട്ട് എന്നെ വീട്ടിൽ വിടുവാനായിട്ട്, ഒരു ചികിത്സയും വേണ്ടാമെന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ വിടുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇരിക്കെ പലരും പെന്തക്കോസ്ത് പാസ്റ്റർമാരൊക്കെ എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. അപ്പോഴേ എന്റെ അമ്മയും സഹോദരങ്ങളും പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ ഞങ്ങൾ ആരും പള്ളി വരത്തില്ല. ഹല്ലേലൂയ ഇങ്ങനെ ഒരു വാക്ക് പറയുമായിരുന്നു. അപ്പോഴെന്ത് ചെയ്ത്? എനിക്കും അങ്ങനെ വിശ്വാസമില്ല. എവിടെയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്. ആർക്ക് ചർച്ചിൽ പോണത് ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത്? പല പാസ്റ്റർമാരും ദേവദാസന്മാരും അടുത്ത വീട്ടിലൊക്കെ വരുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം 1999 ആ വർഷത്തില് എന്റെ ഭർത്താവിന്റെ അമ്മയുടെ ഒരു സഹോദരന്റെ മോളുടെ കല്യാണം ഞങ്ങളുടെ വീട്ടിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ഞാനും എന്റെ ഭർത്താവും ഞങ്ങൾ കുടുംബക്കാരും മക്കളെല്ലാവരുമായിട്ട് ആ കല്യാണത്തിന് ഞങ്ങൾ പോയി. അപ്പൊ അവര് ആ കല്യാണ പെണ്ണ് ഹിന്ദു ആയിരുന്നു. അപ്പൊ വളരെ പ്രതികൂലത്തിൽ കൂടി ആ പെൺകുട്ടി കടന്നുപോയി നല്ല രീതിയിൽ വിവാഹം നടക്കുക. അപ്പൊ ഞങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ വിവാഹം നടന്നത്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഫെയ്ത്ത് പ്രയർ മിനിസ്ട്രി എന്ന് പറയുന്ന സംഘടനയിൽ NC മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. അവിടെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് രാത്രിയൊക്കെ ഞാൻ പോകും. അപ്പൊ അങ്ങനെ പോയപ്പോ എനിക്ക് കർത്താവ് ഇങ്ങനെ കല്യാണം നടന്നതാണ്. അവർ എല്ലാവരും അവിടെ കൂട്ടായ്മയിൽ പോകുന്നവരാ. ഭയങ്കര ഹിന്ദുക്കളായിരുന്നു. അപ്പൊ അവര് പറയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുക, ദേവദാസനും കുടുംബം ഇപ്പം വരും, കണ്ടിട്ട് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ഭർത്താവ് ഞങ്ങളെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ അവിടെ ഇരുന്നു ആ ദേവദാസൻ വന്ന് എന്നെ ആ ദേവദാസന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ആ കല്യാണ വീട്ടിൽ വെച്ചാ തലേ ദിവസം ഫംഗ്ഷൻ നടക്കുക. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു ഈ വരുന്ന ശനിയാഴ്ച കാട്ടാക്കട എന്ന് പറയുന്ന സ്കൂളിൽ ഒരു നൈറ്റ് പ്രയർ ഉണ്ട്, നിങ്ങൾ അവിടെ ഇവരുമായിട്ട് വരണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ അവിടം വരെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഇല്ല. ഭർത്താവിന് ഒരു ജോലിയില്ല, വളരെ ബുദ്ധിമുട്ട്. എന്റെ ഭർത്താവിന് 5 അമ്മമാർ എന്റെ അമ്മയുമാണ് ഞങ്ങൾക്ക് ആഹാരങ്ങളെല്ലാം വാങ്ങിത്തരുന്നത്. നല്ലൊരു ഡ്രസ്സ് ഒന്നും ഞങ്ങൾക്ക് ഇല്ലാത്തവരൊക്കെ ഭർത്താവിന് അപ്പൊ ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥ. കാലയിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്ത് അവിടെ വന്ന 2-3 പേരൊക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്ക് ബസ് ചാർജിന് പൈസ തന്നു. ഞങ്ങൾ ഒരു 7-8 വരെ ഞങ്ങൾ ദേശത്തുനിന്ന് ആ കൂട്ടായ്മയിൽ പോകാനിപ്പെടാം. ഒരു ഹൈസ്കൂളിലാണ്. അവിടെ വൈകുന്നേരം രാത്രി 7 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ നൈറ്റ് പ്രയറാണ്. ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് ആരാധനയ്ക്കായിട്ടിരുന്നു. അപ്പോൾ യേശുവിനെ വിളിക്കാനോ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ദൈവദാസനം പലരും എണീറ്റുന്നത് സാക്ഷി പറയുന്നു. ഞാൻ കഴിഞ്ഞ മാസം വന്ന് ബുദ്ധിമുട്ടായിരുന്നു, രോഗിയായിരുന്നു, ഞാൻ ഹിന്ദു ആയിരുന്നു, വിഗ്രഹത്തെ ആരാധിച്ചു, ഇങ്ങനെയൊക്കെ പലരും എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, മക്കളെ വിവാഹം നടന്നു, വിദ്യാഭ്യാസം അനുഗ്രഹിച്ചു എന്നൊക്കെ പലരും നിന്ന് എണീറ്റ് സാക്ഷി പറയാം. അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ച് എന്റെ ഭർത്താവും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ വരുന്ന മെയ് മാസം 1999 മെയ് മാസം ഞങ്ങളെ സംഘടനയിൽ വെച്ച് 10 ദിവസത്തെ ഒരു പവർ മിനിസ്റ്റർ നടക്കുകയാണ്. അതായത് സുവിശേഷ വേലക്കാർക്ക് ഒരു പവർ മിനിസ്റ്റർ നടക്കുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, അതിന്റെ ഫോം ഇതാന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാനായിട്ട് എത്തുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ദൈവവേല ചെയ്യുന്നു ഇതേ പറയാനുള്ളൂ. ഞാൻ എന്റെ ഭർത്താവ് ഇങ്ങനെ തീരുമാനിച്ചു, കർത്താവ് എന്നീ ഞങ്ങളെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചാൽ കർത്താവിന്റെ വേല ചെയ്യാം. ഞാനും തീരുമാനിച്ചു, എന്തെന്നറിയത്തില്ല വേല. ഞാനും തീരുമാനിച്ചു കർത്താവെ നീ ഞങ്ങളെ ജീവിതത്തിൽ അത്ഭുതം തന്ന എന്റെ ഭർത്താവിന് ഞാൻ ഈ ഒരു പ്രാർത്ഥനയുള്ള എന്റെ ഭർത്താവിന് ഒരു ഗവൺമെന്റ് ജോലി തന്നാൽ ഹല്ലേലൂയ
ദൈവം ഞങ്ങൾ കർത്താവിന് വേല ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം തീരുമാനം എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ആരാധന തീർന്ന് ഓടിച്ചെന്ന് ആ ഫാം ഒന്ന് വാങ്ങി. അപ്പോൾ പറഞ്ഞു ഇത് സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ഉള്ളതാ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമാണെന്ന് പറഞ്ഞ് ആ ഫാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്ത്, ഞങ്ങൾ ആ ദേവദാസനെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് വീട്ടിൽ ക്ഷണിച്ചു. ഒരു മാസമായപ്പോ ആ ദേവദാസൻ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് ഒരു ഉപവാസ പ്രാർത്ഥന. അപ്പൊ എന്റെ റൂം മൊത്തം വിഗ്രഹമായിരുന്നു. അന്ന് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ കുടുംബമായിട്ട് കടന്നു പോകണം, ഇതൊന്നും വേണ്ട, ഇതൊന്നും ദൈവമല്ല എന്നൊക്കെ പറഞ്ഞു. ആ ദൈവദാസം പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ 2 ചാക്ക് എടുത്തുകൊണ്ടോ നീ വിഗ്രഹത്തെ എല്ലാം ഞാൻ ആരും പറഞ്ഞിട്ടല്ല, ഒരു പ്രേരണ സ്തോത്രം, ഇനി ഇത് വേണ്ട, ഇതെനിക്ക് രക്ഷ തന്നില്ല, എന്നെ മരണത്തിലേക്ക് നയിച്ചു, കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമില്ല, ഞങ്ങൾക്ക് ഒരു നന്മയില്ല എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ട് ഒരു 2 ചാക്ക് നിറയെ ഈ സാധനങ്ങളെല്ലാം വിഗ്രഹങ്ങളെല്ലാം വാരി ഞാൻ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുവിടാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, എന്നിട്ട് അടുത്തുള്ള ഒരു സഭയിൽ ഞങ്ങൾ കുടുംബമായിട്ട്, അപ്പോഴും എന്റെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും രോഗമാ, ഭർത്താവിന് ജോലിയില്ല. ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് സ്തോത്രം ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ മകളുടെ രോഗത്തെ ദൈവം പൂർണ്ണമായിട്ട് വിടിച്ചു. ഹാലേലൂയ. 13 വയസ്സ് വരെ പഠിക്കത്തുമെന്ന് ജോത്സ്യൻ പറഞ്ഞത് അവൾ ഹല്ലേലൂയ ദൈവം അവളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. മകന്റെ ശരീരത്തിലെ വ്രണമെല്ലാം മാറിപ്പോയി. ഹാലേലൂയ. ഞാൻ പറയട്ടെ, ഒരു മാസമായപ്പോൾ എന്റെ ഭർത്താവിന് തിരുവനന്തപുരം ജില്ലയിലെ ആയുർവേദ കോളേജിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ലഭിച്ചു. ഹാലേലൂയ. ഞാൻ എന്താണ് ആഗ്രഹിച്ചത്? എനിക്ക് ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഭർത്താവ് വേണം. എപ്പോഴും പ്രശ്നമാ എനിക്ക്. എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം നടന്നില്ല. ഞാൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, എന്റെ ഭർത്താവിന് ഒരു ഗവൺമെന്റ് ജോലി കൊടുത്തു. ഹാലേലൂയ. മകളുടെ ശരീരത്തിലെ രോഗബന്ധനത്തെ അഴിക്കുവാൻ ഇടയായി തീർന്നു. രാത്രി അവർ ഉറക്കത്തിൽ എണീറ്റ് നടക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. 14 വയസ്സ് മുതൽ അവൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഹാലേലൂയ. എന്റെ മകൻ ആക്റ്റീവായിട്ട് പാട്ടുകൾ പാടാൻ തുടങ്ങി. പിന്നത്തെ ഹാലിയ കുഞ്ഞുങ്ങൾ ശക്തമായിട്ട് ദൈവം ഹാലിയ സഭയിൽ പ്രവർത്തിപ്പാൻ തുടങ്ങി. ഹാലിയ അവർ സഭയിൽ പോയി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ സ്വയം പ്രാർത്ഥിപ്പാൻ തുടങ്ങി. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഹാലിയ ദൈവം പ്രവർത്തിച്ചു. അവൾ SSLCക്ക് നല്ല മാർക്കോടെ ജയിച്ചു. ഹാലിയ. അത് കഴിഞ്ഞ് സ്തോത്രം +2 പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നിന്ന് നല്ല ഡിസ്റ്റിങ്ഷനോടെ അവൾ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് തുടർന്ന് അവർക്ക് പഠിക്കണം. ഹാലിയ. തിരുവനന്തപുരം ജില്ലയിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ BAക്ക് പഠിക്കാൻ ദൈവം കൃപ ചെയ്തു. ഒരിക്കൽ PG ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കേരളത്തെ വെച്ച് ഏറ്റവും നല്ല ഒരു കോളേജാ യൂണിവേഴ്സിറ്റി കോളേജ്. അതുവഴി പോയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ. ഹാലിൽ ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഹാലിയ. ഞാൻ പറയാം, അവിടെ പഠിച്ച സർട്ടിഫിക്കറ്റ് ഭയങ്കരമാണ്. ഞാൻ പറയട്ടെ, ദൈവം ആ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുവാൻ എന്റെ മകൾക്ക് ദൈവം കൃപ ചെയ്തു. 13 വർഷമേ പഠിക്കത്തുള്ളൂ ജ്യോത്സ്യന്മാർ ഹാലിൽ ജാതകത്തിൽ എഴുതിയപ്പോ ഞാൻ പറയട്ടെ, ഉടാരബരശമ്പലപുടി യേശുനാമത്തിൽ അവൾക്ക് BAക്ക് യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഹാലേലൂയ കല്യാണാലോചന പറഞ്ഞു. പക്ഷെ അവൾക്ക് പഠിക്കണം, MEd പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ പഠിക്കും? എന്റെ ഭർത്താവിന് തുച്ഛമായിട്ടുള്ള ശമ്പളമുണ്ട്. ഒരു ദിവസം അവളെ സഭയിൽ കടന്നു ചെന്നപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം പറഞ്ഞു. കാരക്കോണം, തിരുവനന്തപുരം തമിഴ്നാട്ടിന്റെ അടുത്ത കാരക്കോണം ഒരു സ്തോത്രം ഹാലേലൂയ അവൾക്ക് ഇങ്ങനെ BEd കോളേജ് ഉണ്ട്, അവിടെ ഇങ്ങനെ സ്തോത്രം അഡ്മിഷൻ ലഭിക്കുമെന്ന് അറിയാനായിട്ട് സാധിച്ചു. ഞാൻ പറയട്ടെ, അപ്പോൾ പൈസ ഇല്ല. അതിനുപരിയായിട്ട് ഞാൻ പറയട്ടെ, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഹാലേലൂയ എന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമായി തീർന്നു. വളരെ പ്രതികൂലം. സ്തോത്രം. ഞങ്ങൾ ഇങ്ങനെ സുവിശേഷ വേല ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്റെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. സിസ്റ്ററിന്റെ അസുഖം മാറിയത് എങ്ങനെ? അതും കൂടെ പറഞ്ഞാട്ടോ. സിസ്റ്ററിന്റെ അസുഖം മാറിയതെന്ന് പറഞ്ഞാട്ടോ. അസുഖം ഞാൻ പറയട്ടെ, അസുഖം മാറിയത് ഞങ്ങൾ ദൈവത്തിന് തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ സഭയിൽ കടന്നുപോയി 3 ദിവസം ഉപവാസത്തോടെ ഞങ്ങൾ സ്നാനപ്പെട്ടു. ഞാൻ എന്റെ ഭർത്താവ് ഒരുമിച്ച് സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മക്കളെ സ്നാനപ്പെട്ടത്. ആ ദൈവസഭ തീരുമാനം എടുത്ത്, കർത്താവെ അപ്പന്റെ വേല ചെയ്ത അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കാം. ഞാനും എന്റെ ഭർത്താവ് ഒരുമിച്ചാണ് തീരുമാനം എടുത്തത്. എന്റെ ഭർത്താവ് കൂടെ തീരുമാനം എടുത്തതിന് ശേഷമാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. ഹാലേലൂയ. ഭർത്താവും തീരുമാനമെടുത്ത, കർത്താവെ ഞാൻ എന്റെ അപ്പന്റെ വേല ചെയ്ത അപ്പന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും സമർപ്പിക്കാമെന്ന് തീരുമാനമെടുത്ത് സ്നാനപ്പെട്ടപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ പഠിക്കപടി അനുഗ്രഹമായിരുന്നു. ഹാലേലൂയ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അത്ഭുതം നടത്തിയപ്പോഴേ ഞങ്ങൾ അടങ്ങിയിരുന്നത് വീട്ടില്. ഹാലേലൂയ. ഞാൻ എന്റെ ഭർത്താവും കൊച്ചുങ്ങളും ഇതിൽ പങ്കെടുത്ത എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുന്ന ഞങ്ങൾ എന്റെ ദേശത്തില്
ഭ്രാന്തി എന്ന് മുദ്ര കുത്തപ്പെട്ട ഈ കുടുംബം ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് മുദ്ര കുത്തിയ നാട്ടിൽ, എന്റെ സ്വന്തം നാട്ടിൽ, അതായത് ഹാലലിയ സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടവും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന്. ഞങ്ങൾ ആദ്യ സ്വന്തം നാട്ടില് ഞങ്ങൾ ചുറ്റുപാടും ട്രാക്ട് കൊണ്ട് സുവിശേഷം പറയുന്ന ഇടയായി തീർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കൺവെൻഷൻ വയ്ക്കും. കൺവെൻഷൻ വയ്ക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പോഴും മൈക്ക് സെറ്റ് ഒന്നുമില്ല. ഞങ്ങൾ ഓല കൊണ്ട് ഷെഡ് കെട്ടിയിട്ട് കൈയടിച്ചാൽ ഞങ്ങൾ കൺവെൻഷൻ ക്രമീകരിച്ചത്. കാലലിയ ഒത്തിരി ആൾക്കാർ കൂടുമായിരുന്നു. അങ്ങനെ സ്വന്തം ദേശത്തില് കർത്താവ് ജീവിക്കുന്ന ദൈവമാ, സമാധാനം തരുന്ന ദൈവം യേശു ക്രിസ്തുവാ, സൗഖ്യം തരുന്ന ദൈവം യേശു ക്രിസ്തുവാ, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നത് യേശു ക്രിസ്തുവാണെന്ന് സ്വന്തം നാട്ടിൽ ഞങ്ങൾ സാക്ഷിയാകുവാനായിട്ടിടയായിരുന്നു. ഹാലേലിയ. പിന്നെ ഞങ്ങൾ അടങ്ങിയിരുന്നില്ല സഹോദരങ്ങളെ, ഓടി. ഹാലേലിയ. കുഞ്ഞുങ്ങൾ സഭയിൽ നല്ല പാട്ട് പാടുന്നവരായി മാറി, സൺഡേ സ്കൂളിൽ അധ്യാപകരായി മാറി, യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായി മാറി, പ്രാർത്ഥിക്കുന്നവരായി മാറി. ആ ഇടയ്ക്ക് എന്ത് ചെയ്ത് എന്റെ അപ്പനും അമ്മയും എല്ലാവരും ഞങ്ങളെ വെറുത്തു. ഭർത്താവിന്റെ കുടുംബക്കാർ ഞങ്ങളെ വെറുത്തു. ഹാലേലിയ. ഞങ്ങളെ പഴിക്കുവാൻ തുടങ്ങി, ദുഷിക്കുവാൻ തുടങ്ങി, ഒറ്റപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എന്റെ അമ്മയും അച്ഛനും തന്നുകൊണ്ടിരുന്ന എല്ലാ വരുമാന മാർഗം ബ്ലോക്ക് ചെയ്തു. ഹാലേലിയ. അമ്മ റിട്ടയർഡ് ആപ്പ് എന്ത് ചെയ്ത് സ്തോത്രം, ഞങ്ങൾക്ക് എനിക്ക് ഒന്നും തരാതെ വണ്ണ 65,000 രൂപ കൊണ്ടത് ബാങ്കിൽ മോളെ പേർ കിട്ടു. അതെല്ലാം ദൈവം ചെയ്ത ഉപകാരമാ. ബാങ്കിൽ കൊണ്ടിടാനായിട്ട് ഇടയെത്തുന്നത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കോ, അപ്പനും അമ്മ ഇങ്ങനെ ഇറങ്ങിക്കോ, പ്രാർത്ഥനക്കാരെന്ന് അറിഞ്ഞാൽ മകൾക്ക് ഒരു നല്ല വിവാഹം വരത്തില്ല. ഹാലലിയ. നാട്ടുകാരോട് വന്ന് വിവാഹം ആലോചനയ്ക്ക് വരുമ്പോൾ നാട്ടുകാരോട് ചോദിക്കും, അയൽവക്കാരോട് ചോദിക്കും അപ്പന്റെ അമ്മയുടെ സ്വഭാവം. അപ്പോൾ അവർ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ നിന്റെ മക്കൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടത്തില്ല, മക്കള് രണ്ടുപേരും വഴിതെറ്റി പോകുമെന്ന് എന്റെ അപ്പനും സഹോദരങ്ങളെല്ലാവരും വെല്ലുവിളിച്ചെന്നോട്. ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ റോഡിൽ കിട്ടും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എടി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരണടി എന്നും കേട്ടുകൊണ്ട്. ഹാലലിയ. എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, സോടി എടി അതാ വരണടി പ്രാർത്ഥനക്കാരി, അച്ഛന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. ഹാലലിയ. ഞാൻ പറയട്ടെ, ഞാനും മകളുമായിട്ട് എഴുതി വെച്ചു. സ്തോത്രം. ഞങ്ങൾ PG വർഗീസ് പറയുന്നത് ഇതാ അനുഗ്രഹം എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചു. ഞങ്ങൾ രണ്ടുപേരും വായിച്ചു. അപ്പോൾ അവള് എമ്മട്ടെ സ്തോത്രം BA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ബുക്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ബുക്കുണ്ട്. പ്രാർത്ഥനാ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു. സ്തോത്രം. ഇങ്ങനെ എഴുതി, കർത്താവേ മകളെക്കാലം അല്പം കൂടെ പൊക്കമുള്ള ഒരു വ്യക്തിയായിരിക്കണം. എല്ലാം എഴുതി വെച്ച് ചോദിച്ചു. മകളെക്കാലം അല്പം കൂടെ പൊക്കമുള്ള ഒരു വ്യക്തിയായിരിക്കണം, ഷർട്ട് ഇട്ട് ചെയ്ത പാൻറ് ഇട്ട ഒരു വ്യക്തിയായിരിക്കണം, ഒരു ബൈക്കുള്ള ഒരു വ്യക്തിയായിരിക്കണം, ശുശ്രൂഷയ്ക്കോടൊപ്പം തന്നെ ഗവൺമെന്റ് ജോലിയുള്ള ഒരു വ്യക്തിയായിരിക്കണം, പള്ളിയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണം, പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും ജനിച്ച ഒരു വ്യക്തിയായിരിക്കണം. ഹാലലിയ. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. PG വർഗീസ് ബ്രദർ ആ പുസ്തകമാണ് ഞങ്ങളെ പഠിപ്പിച്ച. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും, ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ കുടുംബക്കാര് പറഞ്ഞത്, നിന്റെ മക്കളെ രണ്ടുപേരെ അനുസരിക്കത്തില്ല, നല്ല കുടുംബം കിട്ടത്തില്ല. ദൈവഭക്തന്മാരുടെ ചരിത്രങ്ങൾ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി, പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, 2000 അങ്ങനെ ഇരിക്കുകയാണ്. B.Ed ഞങ്ങൾ അഡ്മിഷന് വേണ്ടി ഹാലലിയ ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയപ്പോ അവിടത്തെ ഹാലലിയ അവിടെ വച്ച് കണ്ട ഒരു പയ്യൻ അവിടത്തെ സാറിനോട് ഇങ്ങനെ എന്റെ മകളെ കുറിച്ച് ചോദിച്ചു. ഇഷ്ടപ്പെട്ട് ചോദിച്ചു. ഞാൻ പറയട്ടെ, ആ വിവാഹം ദൈവം നടത്തുവാൻ ഇട്ടയാൾക്ക് അനേക ദൈവദാസന്മാരുടെ ഞാൻ അതിനിടയ്ക്ക് വെച്ച് 2004 ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പോകാനായിട്ട്, ലവ് ആർമി ക്രൂസൈഡ് എന്ന സംഘടനയിൽ 2004 ഞങ്ങൾ പോയി. അവിടെ 10 ദിവസത്തെ പവർ മിനിസ്റ്റർ ഞാൻ 2005 എന്റെ ഭർത്താവ്, 2004 ഞാൻ പങ്കെടുത്തു. ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചു. ഹാലേലുയ. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ അതിൽ പങ്കെടുത്തു. ഞാൻ പറയട്ടെ, ഹാലേലുയ. അഭിഷേകം ഞങ്ങളെ മേൽ വന്നപ്പോൾ എന്ത് ചെയ്ത് സ്തോത്രം. ഹാലേലുയ. ദൈവം ഞങ്ങളെ ജീവിതത്തിൽ അല്പം മകളുടെ വിവാഹം ലവ് ആർമി ക്രൂസിൽ ബൈബിൾ കോളേജ് ഉണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനത്തിൽ നിന്ന് വന്ന് പഠിക്കുന്ന പല ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ബൈബിൾ കോളേജിലെ കുട്ടികൾ എന്ത് ചെയ്ത് തലേ ദിവസവും ഞങ്ങളെ മോളയുടെ കല്യാണത്തിൽ വന്ന് സഹായിച്ചു. ഹാലലിയ. അതെല്ലാം ക്രമീകരിച്ചത്, ഭക്ഷണം കൊടുത്തത് എല്ലാം അവരാ. അവിടെ നിന്ന് ഒരു വലിയൊരു ടെമ്പോ ഞങ്ങൾക്ക് വിട്ടു തന്നു. പ്രിയപ്പെട്ടവരെ, ഹാലലിയ. അവര് എന്നിട്ട് പറഞ്ഞു, വലിയ ഗൂർക്കകളെ ഇറക്കിയിരിക്കുന്നു കല്യാണത്തിന് ഇതിനു വേണ്ടി. ഹാലിയ ഗൂർക്കകളെ ഇറക്കി. ഇല്ല പ്രിയപ്പെട്ട, സ്വർഗത്തിലെ ദൂതൻ എന്റെ മകളുടെ വിവാഹത്തിൽ വന്ന് സഹായിപ്പാൻ പല ഭാഷ സംസാരിക്കുന്നവരെ ദൈവം ഒരുക്കിത്തുന്നു. പറഞ്ഞ എന്തോന്നാണ്, നല്ല ഭാവി കിട്ടത്തില്ല. ഹാലേലിയ. പള്ളിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, സ്വന്തമായിട്ട് ഭവനമുള്ള, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച, ചെയ്ത സ്തോത്രം. ഹാലേലിയ. സ്വന്തമായിട്ട് വാഹനമുള്ള ഒരു നല്ല കുടുംബജീവിതം എന്റെ
മക്കൾക്ക് ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് KSRTCയിലെ ഡ്രൈവറാണ്, സഭയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാ. സഭയിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. BEd വരെ പഠിച്ചു, ജോലിയൊന്നും ആയില്ല, ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുക. രണ്ടാമത്തെ മകന്റെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അപ്പോൾ വരുന്ന പെൺകുട്ടി ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കരുത്. കാലയ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം. കല്യാണം കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? മക്കളെയും എന്റെ മകനെയും കൂടെ കൂട്ടി പള്ളിയിൽ പോകണം. ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ നിർബന്ധിച്ചു കൊണ്ടുവന്ന മരുമകളായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞത് കർത്താവെ പാടുന്ന കുട്ടിയായിരിക്കണം എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ മരുമകൾ നല്ല പാടുന്ന ഒരു കുട്ടിയാ, ഒരു നല്ലൊരു പെൺകുട്ടിയെ ദൈവം തന്നു. ഒരു ദിവസം ഹല്ലേലൂയ പള്ളിയിൽ പോയില്ലെങ്കിൽ കുട്ടികളെ എല്ലാവരും മകനെയും കൂടെ കൂട്ടി പള്ളിയിൽ പോയി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മരുമകളെ ദൈവം എനിക്ക് തരുവാനായിട്ട്. ഞാനും എന്റെ ഭർത്താവ് വേറെ പ്രത്യേക ഒരു വീട് വെച്ച് അവിടെയാ താമസിക്കുന്നത്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അവരവരുടേതായ ശുശ്രൂഷകൾ ചെയ്യട്ടെ, കുടുംബജീവിതം നയിക്കട്ടെ എന്ന് സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ ഇന്ന് ലവ് ആർമി ക്രൂസഡിൽ ഇവാഞ്ചലിസ്റ്റ് ആണ് ഞാനും എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവാണ് ഹല്ലേലൂയ ഈ ജോയ്സ് ടിവിയെ പരിചയപ്പെടുത്തി തന്നത്. ഈ സഹോദരി എന്നെ വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഈ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ആദ്യം ഞങ്ങൾ യെരൂശലേമിലെ സാക്ഷി പറഞ്ഞു, രണ്ടാമത് യഹൂദയിൽ പറഞ്ഞു, എന്നിട്ട് പല സ്ഥലങ്ങളിലും പോയി, സമരിയായി പോയി. സ്തോത്രം. ഇപ്പോൾ സമരിയയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കോയമ്പത്തൂർ വരെ ഞങ്ങൾ എത്തി. സ്തോത്രം. കേരളത്തിലെ 14 ജില്ലകളിലും പോകേണ്ടി, ഇനി കോഴിക്കോട് പോകണം. സ്തോത്രം. പോകാൻ ദൈവം കൃപ ചെയ്തു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഏറി വരുമ്പോൾ എവിടെ പോകട്ടെ എന്ന് ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട്. അതിനിടയ്ക്കിൽ വെച്ച് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ സമയത്തിൽ ഞങ്ങൾക്ക് 1 സെന്റ് സ്ഥലമോ വീടും ഇല്ലാതെ വളരെ ഭാരപ്പെട്ടു. എന്റെ ഭർത്താവ് എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, പണം കൊടുത്ത് സഹായിക്കാം. അപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പലർക്കും സഹായിച്ചു. പല മക്കളുടെയും വിവാഹത്തിന് വേണ്ടിയൊക്കെ ലൈബ്രറി കൊടുത്ത് ലോണുകൾ എടുത്തു. പക്ഷെ അവരൊക്കെ അടയ്ക്കാതെ വന്നപ്പോൾ വലിയൊരു കടക്കാരനായിട്ട് മാറി. കടം തികത്തുവാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ താമസിച്ചു കൊടുത്ത 10 സെന്റ് സ്ഥലവും വീടും വിറ്റു. എന്നുവെച്ചാൽ ഞാനൊരു അഹങ്കാരിയായിരുന്നേ, പാവപ്പെട്ടവരെയൊന്നും അംഗീകരിക്കില്ലായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്ത് എന്നെ 0 ആക്കി, പൂജ്യമാക്കി കളഞ്ഞു. സ്തോത്രം. ഒരു പെണ്ണും ഒരാണല്ലേ ഉള്ളൂ, എല്ലാം ഉണ്ട്, പക്ഷെ അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ ആ അഹങ്കാരം മാറണമെങ്കിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി കൊണ്ടുപോകണം. അങ്ങനെ എന്തിട്ട് 10 സെന്റ് സ്ഥലവും എല്ലാം വിറ്റ്. സ്തോത്രം. ഞങ്ങളുടെ ഭർത്താവ് കടം തീർത്തു. അങ്ങനെ ഇരിക്കെ പല 2-3 വീടുകളെല്ലാം മാറി താമസിച്ചു. അപ്പൊ സ്വന്തമായിട്ട് വീടില്ലാത്ത സമയത്താണ് എന്റെ മകളും വിവാഹം ചെയ്തത്. അപ്പോൾ അവളും പഠിച്ചു കഷ്ടത എന്താണെന്ന്, മക്കള് പഠിച്ചു കഷ്ടത എന്താണെന്ന്. ഇല്ലായ്മയിലും അവർ വളരുവാനായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം അവരെ ഒരുക്കി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അങ്ങനെ വീടില്ലാതെ വളരെയധികം ഭാരപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ട് കർത്താവിനെ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ താഴ്ചയെല്ലാം ഉയർച്ച തരുവാൻ ദൈവം ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഗർഭത്തിൽ വച്ച് തന്നെ എന്റെ അമ്മ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു കർത്താവിനെ വേണ്ടി ജീവിക്കുവാൻ, അന്ത്യത്തോളം കർത്താവിനെ വേണ്ടി ജീവിക്കുക ദൈവം ഞങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് അവസരം ഒരുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ട്രാക്ക് കൊടുത്ത് സുവിശേഷം പറയുമായിരുന്നു. പിന്നീട് ഏതെങ്കിലും വീട്ടിന്റെ നടയിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ഓരോരുത്തരെ ഞങ്ങൾ ഒരുക്കും. ഹല്ലേലൂയ. ഓരോ ഭവനങ്ങളിൽ പോയി ഒരുക്കിയിട്ട് ചർച്ച ശുശ്രൂഷ അല്ല തന്നിട്ടുണ്ട്. ഓരോ ഏരിയയിൽ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ദൈവദാസന്മാരെ ഞങ്ങൾ കാണുമ്പോൾ ആ വിശ്വാസികൾ ആ സഭയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും, പിന്നെ അവരെ ആ സഭയിലുള്ള ദേവദാസന്മാർ അവരെ ദൈവവചനം പഠിപ്പിച്ച് അവരെ സ്ഥാനപ്പെടുത്തി ആ സഭയിലേക്കും. പിന്നെ നമുക്ക് നമ്മളെ വേല തീരുക. സഭയിലെ വ്യക്തികളെ നല്ല പഠിപ്പിക്കുന്ന വചനം പഠിപ്പിക്കുന്നവരെ സഭയിൽ അവരെ കൊണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, പിന്നെ ആ ദൈവദാസന്മാർ അവരങ്ങ് നോക്കിക്കൊള്ളും. ഞങ്ങൾ ആ പ്രാർത്ഥന നടത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മുറ്റത്തെ കൺവെൻഷൻ നടത്തും. അത് നല്ല ഒരു മുറ്റത്തെ കൺവെൻഷൻ നടത്തും. എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആ ദേശത്തിലുള്ളവർ സുവിശേഷം കേൾക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റന്നാളുണ്ട് മുറ്റത്തെ കൺവെൻഷൻ. എന്റെ ദേശത്തിൽ എല്ലാ മാസവും നടത്താറുണ്ട്. ഓരോ ഏരിയയിലും പോകുമ്പോൾ അവിടെ മാസത്തിൽ ഒരിക്കൽ ഒരു മീറ്റിംഗ് ക്രമീകരിക്കും. പല സഭക്കാർ കടന്നു വരും. ഹല്ലേലൂയ. അപ്പോൾ വചനം കേട്ട് ഏതാണ് ഇതാണെന്ന് സത്യം അറിഞ്ഞിട്ട് അവർ അതനുസരിച്ച് നിൽക്കും. നിങ്ങൾ ആ സഭയിൽ പോരെന്ന് പറഞ്ഞു. ഞങ്ങൾ വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കുമെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ പഠിച്ച് അവർ യഥാർത്ഥ സത്യം അവരെ മനസ്സിലാക്കും. കാര്യം പെട്ടെന്ന് നിങ്ങൾ അത് വിട്ടു വരണം അങ്ങനെ ഞങ്ങൾ പറയാറില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന
പലയിടങ്ങളിൽ. അതുപോലെ എല്ലാ വർഷവും ഞങ്ങൾ 3 ദിവസത്തെ കൺവെൻഷൻ എന്റെ ദേശത്ത് നടത്താറുണ്ട്. ഹിന്ദുക്കളെ ഏരിയ പ്രിയപ്പെട്ടവർ, ആരും ഞങ്ങളുടെ ദേശത്തിൽ ഒരു കൺവെൻഷൻ വയ്ക്കത്തില്ല. സ്തോത്രം. ആരും ഞങ്ങളുടെ ദേശത്തിൽ സുവിശേഷം പറഞ്ഞു വരത്തില്ല. ഞങ്ങൾ കാലിൽ സ്തോത്രം അനേകർ പൈസ തന്ന് സഹായിക്കും കൺവെൻഷന് വേണ്ടി. അങ്ങനെ ദൈവം ഞങ്ങളുടെ ദേശത്തെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളും മരണങ്ങളും ആത്മഹത്യകളും ഉള്ള ഒരു ദേശമാണ് ഞങ്ങളുടെ ദേശം. അരുവിക്കര പഞ്ചായത്തിലെ വികാസ് നഗർ ദേശമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഹാലേലൂയ. ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന, കൂടുതൽ മദ്യപാനികളുള്ള, ഹാലേലൂയ, പല ജാതി പ്രശ്നത്താൽ ഹാലേലൂയ സ്തോത്രം വളരെ പ്രതികൂലങ്ങൾ നടക്കുന്ന, എപ്പോഴും ആത്മഹത്യ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ വ്യത്യാസം വന്നു. ഇന്ന് ഞങ്ങളുടെ ദേശത്തിൽ ഹാലേലൂയ 3 പെന്തക്കോസ്ത് സഭയുണ്ട്. സ്തോത്രം. ഒരു ലൂതർ മിഷൻ സഭ, ഒരു CSI, ഒരു കത്തോലിക്ക സഭ, ഒരു ഹാലേലൂയ സ്തോത്രം സാൽവേഷൻ ആർമി സഭ. അങ്ങനെ സഭകളുണ്ട്. എങ്കിലും ഹാലേലൂയ പലപ്പോഴും സഭകൾ തമ്മിൽ ഐക്യത ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. ഹാലേലൂയ സ്തോത്രം. ദൈവം ഞങ്ങൾ അപ്രകാരം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹാലേലൂയ. ഇന്ന് ഇത് കേൾക്കുന്ന സഹോദരൻ, ഒരു മിനിറ്റ്, ആ ദേശത്ത് എത്ര പെന്തക്കോസ്ത് സഭകൾ എത്ര ഉണ്ട്? പെന്തക്കോസ്ത് സഭ 1, പെനിയൽ 1, ന്യൂ ഇന്ത്യ ചർച്ച് 1, ഷാരോൺ ചർച്ച് 1, 3 പെന്തക്കോസ്ത് സഭ. പിന്നെ ഞാനാണ് കൺവെൻഷൻ, അവിടെ കൺവെൻഷൻ വയ്ക്കുന്നതെല്ലാം ഞങ്ങളാണ്. വേറെ ഒരു സഭക്കാരും പബ്ലിക്കായിട്ട് വയ്ക്കത്തില്ല. ഒരു ഉണർയോഗം ഒന്നും, ഒരു ഉപവാസ പ്രാർത്ഥന എന്നും 3 ദിവസത്തെ ഉപവാസം വയ്ക്കും മാസത്തിന്റെ അവസാനം തിരുവത്താഴത്തിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ദേശത്തിൽ നല്ലൊരു മാറ്റമുണ്ട്, സമാധാനമുണ്ട്. മദ്യപാനികളൊക്കെ ഇപ്പൊ ഒരു പുതിയ പള്ളി തുടങ്ങി. അവിടെ കള്ളൂടിയന്മാരെ പള്ളി എന്നാ പറയുന്നത്, ഒരു പെന്തക്കോസ്ത് പള്ളി. അവിടെ അവര് അടുത്ത മാസം കള്ളൂടിയന്മാരുടെ പള്ളി എങ്ങനെയാ പറയുന്നത്? അവര് മദ്യപാനികളാണ് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്. മനസ്സിലായ? മദ്യപാനികൾ എന്ന് വെച്ചാൽ അവര് ഭയങ്കര ഒരു അത്ഭുതം ഞങ്ങളുടെ ദേശത്തിൽ നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. നിരാശപ്പെട്ടില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതയൊക്കെ ജീവിതത്തിലുണ്ട്, രോഗങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവിടെയെല്ലാം ദൈവം ഞങ്ങളെ താങ്ങി പരിപാലിച്ച് ഭയങ്കര സന്തോഷമാണ്. കർത്താവിന്റെ ആ സ്നേഹത്തെ കുറിച്ച് മറ്റൊരിടത്ത് പറയാം. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. പുറത്തിറങ്ങി പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ. അവരെ ഒന്ന് രക്ഷയിലേക്ക് കൊണ്ടുവരണം. കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരുളിന്റെ അവസ്ഥയിൽ കിടക്കുന്ന അനേകര് ഇങ്ങോട്ട് കൊണ്ടുവരണം സന്തോഷത്തിലേക്ക്. അതിനുവേണ്ടി ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി ഇത് കേൾക്കാൻ വരാറുണ്ടോ? സിസ്റ്ററിന്റെ ബന്ധുക്കളോ ചാർച്ചക്കാരൊക്കെ വന്നിട്ടുണ്ടോ? വിശ്വാസത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരും വന്നിട്ടില്ല. അതിൽ ഒരു സഹോദരി, എന്റെ ഭർത്താവിന്റെ ഒരു അനുജന്റെ ഭാര്യ, അവര് കുടുംബമായിട്ട് ഇപ്പൊ ആ രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ അമ്മ ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നില്ല. എന്റെ സഹോദരന്റെ ഒരു മോൻ മരിച്ചു, 13 വയസ്സിൽ മരിച്ചു. അപ്പൊ അവര് ഇപ്പൊ ഡിവൈനിൽ അവരെങ്ങനെയൊക്കെ പോയി അവര് ഇപ്പൊ ക്ഷേത്രങ്ങളിൽ നിന്നും പോകുന്നില്ല. എങ്കിലും മറിയടക്കി വിളിക്കാം, അങ്ങനെ ഉണ്ട്. അല്ലാതെ ആരും അങ്ങനെ ദേഹത്ത് വന്നിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭവനം ഇല്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട, രോഗി എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട, ഒരു അനുഗ്രഹം ഇല്ലാന്ന് ഭാരപ്പെടേണ്ട. കർത്താവ് ഇതിനെല്ലാം മതിയായി തീർന്നവനാ. കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്ന് രോഗസൗഖ്യം, ഇന്നും കർത്താവ് സൗഖ്യം നൽകുന്നു, സമാധാനം തരുന്നു. ഹാലേലൂയ. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ താഴ്ചയല്ല ഉയർച്ച തന്ന് സഹായിക്കുവാൻ ദൈവം ഇടയായി തീരും. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി ഒരു സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇതിനു വേണ്ടി അവസരം ഒരുക്കി തന്ന എലിദാസ് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. സ്തോത്രം. ഹാലേലൂയ. ഹാലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹാലേലൂയ. തിരുവചനം വീണ്ടും പറയുന്നു, നിന്റെ ഭാരം എന്റെ മേൽ വച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ വരുന്നവരാരും ദൈവം നിരാശപ്പെട്ട് വിട്ടിട്ടില്ല. ഇത് കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തകർച്ചയിൽ കൂടി കടന്നു പോകുന്നുവോ? ഒരു വിടുതലിന് വേണ്ടി കടന്നു പോകുന്നുവോ? കാലിൽ നിങ്ങൾ രോഗിയായിട്ട് ഭാരപ്പെടുന്നുവോ? എത്ര ചികിത്സിച്ചിട്ടും രോഗസൗഖ്യം ലഭിക്കാതെ വണ്ണം നിങ്ങൾ മരുന്നിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുവോ? ഹല്ലേലൂയ. ഇനി എങ്ങനെ ജീവിക്കൂ, എന്തിന് ജീവിക്കുന്നു എന്ന് ചിന്തിച്ച് മരണം മാത്രം മുന്നിൽ കണ്ട് ആത്മഹത്യ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണം എന്ന് ചിന്തിച്ച് നിങ്ങൾ വളരെയധികം ഭാരത്തോടെ ആയിരിക്കുന്നുവോ? സ്തോത്രം. എന്ത് ചെയ്യട്ടെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ് ഭവനമില്ല
ഇല്ല എങ്കിൽ ഭവനം കർത്താവ് തരും. തകർച്ചയിൽ കൂടിയാണോ? ബിസിനസ് തകർച്ചയിൽ കൂടിയാണോ? വിദേശ രാജ്യത്ത് ജോലിയില്ലാതെ ഭാരപ്പെടുന്നു ആകണോ? ഏൽപ്പിച്ചു കൊടുത്താട്ട് പ്രിയ സഹോദരി, എന്റെ ഭർത്താവിന് ദൈവം ജോലി തന്ന കർത്താവ് നിങ്ങൾക്ക് ജോലി തരിക തന്നെ ചെയ്യാം. കടഭാരത്തിന്റെ മധ്യത്തിലായിരിക്കുന്നു, ഇനി എന്തിന് ജീവിക്കുന്നെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ കടഭാരം നികത്താനുള്ള വഴികളെ ദൈവം തമ്പുരാൻ തുറന്നു തരും. പിന്മാറ്റത്തിലായിരിക്കുന്നു, ഹാലേലിയ, പിന്മാറ്റത്തെ ചികിത്സിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ഹാലേലിയ, ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. പത്രോസ് ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ പത്രോസിന്റെ ദൈവം എടുത്തുപയോഗിക്കാനായിട്ട് തുടങ്ങിയതുപോലെ ദൈവം നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ദൈവസ്നേഹത്തിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടികളെ പൂർണ്ണമായിട്ട് ദൈവം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവസരം ഒരുക്കി തന്ന അപ്പ ജോയ്സ് ടിവിയോടുകൾ പ്രാർത്ഥിക്കുന്നു. അപ്പ അനേകർ സാക്ഷി പറയാൻ ഒരുക്കി അനേകരിൽ കൂടി ദൈവത്തെ അറിയുവാൻ കൃപ നൽകണമേ. അപ്പച്ച ഈ സമയം ദൈവമേ, രോഗികളായി കേൾക്കുന്നവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമേ. പിശാചിന്റെ ബന്ധനത്തിൽ അടിമപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കണം, ഒരു മോചനം കൊടുക്കണം. അപ്പ യേശുവേ, എങ്ങനെ ഒന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. തലമുറകൾ ഓർത്ത് ഭാരപ്പെടുന്നവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പ ഹല്ലേലൂയ, സ്തോത്രം. വിദ്യാഭ്യാസം ചെയ്തിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികളെ ദൈവം കൊടുക്കണമേ. സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവേ സ്വന്തമായി ഭവനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറകടവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച എന്റെ ദൈവം വലിയ വചനമേ, അത്ഭുതം പ്രവർത്തിക്കണവേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നിരാശകളും, എല്ലാ തകർച്ചകളും യേശുവിന്റെ നാമത്തിൽ ദൈവം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി കർത്താവിന്റെ സമാധാനത്താൽ ദൈവമേ അങ്ങ് നിറയ്ക്കപ്പെടുമാറകടവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ, ഒരു മിറക്കൽ നടക്കട്ടെ. അപ്പച്ച സ്തോത്രം സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം പ്രാർത്ഥന ചെയ്തിരിക്കാൻ നന്ദി, സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. ഓക്കെ സിസ്റ്ററെ.